സർ, പെരുമ്പാവൂരിൽ നമുക്കറിയാം ഒട്ടനവധി അതിഥി തൊഴിലാളികളുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ എന്നല്ല, ഒരു ബംഗ്ലാദേശിൽ നിന്നുൾപ്പെടെയുള്ള ഒരുപാട് അതിഥി തൊഴിലാളികളുണ്ട്. നമുക്ക് കൃത്യമായി അവരുടെ പേരോ ഊരോ വിവരമോ ഒന്നും സർക്കാരിന് പോലും ഇതുവരെ ഒരു പട്ടികയാക്കി തരംതിരിക്കാനൊന്നും സാധിച്ചിട്ടില്ല. അതിലൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ അതിന്റെ പരാജയമാണ് നമുക്കറിയാം. ഒരു പക്ഷേ അവിടെ ലഭിക്കേണ്ടുന്ന, അവിടെ സാധാരണക്കാരായ മലയാളികൾക്ക് ലഭിക്കേണ്ടുന്ന പല പല ആനുകൂല്യങ്ങളും ഈ അതിഥി തൊഴിലാളികൾക്ക് കൂടി വീതിച്ചാണ് നൽകുന്നത്. അത്തരത്തിൽ വലിയൊരു വീതം വയ്പ് ഇപ്പോൾ നടക്കുന്നത് വലിയൊരു രോഗത്തിന്റെ പേരിലാണ്. പെരുമ്പാവൂരിൽ പലയിടങ്ങളിലും അതിഥി തൊഴിലാളികൾക്കിടയിൽ എയ്ഡ്സ് ഉണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിൽ വേണ്ട ജാഗ്രത പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇത്തരത്തിൽ അതിഥി തൊഴിലാളികളെ ഇനിയെങ്കിലും പെരുമ്പാവൂരിൽ നിയന്ത്രിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചില്ലേ? എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ ഈ രീതിയിൽ വ്യാപിക്കുമ്പോൾ സർക്കാർ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വളരെ ഉത്തരവാദിത്വം ഒട്ടുമില്ലാത്ത നടപടികൾ സ്വീകരിക്കുന്നത്? ഇതില് പെരുമ്പാവൂരിലെ എയ്ഡ്സ് എടുക്കുന്നതിന് മുന്നേ ഞാനൊന്ന് പറയട്ടെ. എയ്ഡ്സ് എന്ന ആ വാക്കിന്റെ തീരെ പേടിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ന് കേരളം എത്തി നിൽക്കുന്നു എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു 10 വർഷം മുന്നേ എയ്ഡ്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരും ഞെട്ടിയിരുന്നു, പേടിച്ചിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് ന്യൂസുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അച്ഛനമ്മമാരുടെ തെറ്റുകൾ കൊണ്ട്, അല്ലെങ്കിൽ അച്ഛന്റെ തെറ്റുകൊണ്ട് എയ്ഡ്സ് വന്ന ഭാര്യ, അച്ഛന്റെ അല്ലെങ്കിൽ ആ ഭാര്യയുടെ തെറ്റുകൊണ്ട് എയ്ഡ്സ് വന്ന ഭർത്താവ്, ഇങ്ങനെ പലതരം കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ അവരുടെ കുഞ്ഞുങ്ങള് പിന്നീട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കും ആ എയ്ഡ്സ് ബാധിച്ചതായി കാണുന്നു. ആ കുഞ്ഞുങ്ങള് സ്കൂളിൽ പഠിക്കാൻ ചെല്ലാൻ പറ്റാതെ സ്കൂളുകാർ പുറത്താക്കിയ കഥകൾ നമ്മൾ കണ്ടതാണ്. അവര് പിന്നെ അതൊരു സാമൂഹ്യ ബോധം വളരെ തെറ്റായിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. എയ്ഡ്സ് ഉള്ളവർ പരസ്പരം കൈ കൊടുത്തത് കൊണ്ടോ മുട്ടിയത് കൊണ്ടൊന്നും എയ്ഡ്സ് പകരില്ല എന്നുള്ള തോന്നൽ അന്നുള്ളവർക്ക് തീരെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഇന്ന് ആ ചിന്താഗതി ഇല്ല. കാരണം പിന്നെ ബോധം കൂടി എയ്ഡ്സ് വരുന്നതും ഒക്കെ സംഭവിക്കുന്നത് വേറെ രീതിയിലാണെന്ന ഒരു തോന്നലാണ്. ഇന്നിപ്പോ നമ്മളൊക്കെ എയ്ഡ്സിനെ കാട്ടിയൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള മറ്റുള്ള രോഗങ്ങൾ ഇവിടെ വന്നു നിൽക്കുന്ന കാരണം എയ്ഡ്സിനെ കുറിച്ച് ആരും അത്ര വ്യാകുലപ്പെടുന്നില്ല, എന്താണെന്ന് പോലും ചിന്തിക്കുന്നില്ല. ഈ സത്യത്തിൽ എയ്ഡ്സ് കൂടുതൽ ഉണ്ടായിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ന് യൂറോപ്പിൽ എയ്ഡ്സ് കുറയുമ്പോൾ ആ എയ്ഡ്സ് കൂടുതലായി നടക്കുന്നത് ഇന്ത്യയിൽ ജനങ്ങൾ കൂടുതലായിരിക്കാം, പക്ഷെ ഇന്ന് എയ്ഡ്സ് ഇവിടെ പടർന്നു കൊണ്ടിരിക്കുകയാണ്. ആരും അറിയാതെ രഹസ്യമായിട്ടുള്ള ഒരു 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 അസുഖ പടർച്ച ഇവിടെ നടക്കുന്നു. അത് കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പെരുമ്പാവൂരിലാണ്. കാരണം പെരുമ്പാവൂരിലെ തെരുവുകളിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ചാടി വന്നവരും അല്ലെങ്കിൽ ബംഗാളികളുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കൂട്ടമായി അവിടെ താമസിക്കുന്നു. ചില തെരുവുകൾ തന്നെ ബംഗാളി സ്ട്രീറ്റ്, ബംഗാളി തെരുവ് എന്ന് പറഞ്ഞുകൊണ്ട് പെരുമ്പാവൂരിൽ പോയാൽ കാണാൻ പറ്റൂ. എന്തിനു പറയുന്നു, പെരുമ്പാവൂരിൽ കൂടെ ഞാൻ പോകുമ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവിടെ ഓടുന്ന ബസ്സുകളിലെ ബോർഡ് വരെ ആ ബംഗാളി ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം എന്താണ്? ബസ്സിൽ കയറാൻ വരുന്നത് ഈ ബംഗാളികളാണ്. അപ്പൊ അവർക്ക് വായിക്കാൻ സൗകര്യം, മലയാളിക്ക് ബോർഡ് വായിക്കാൻ കിട്ടില്ല. കാരണം ബംഗാളിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത്തരത്തിൽ പെരുമ്പാവൂർ മാറിക്കഴിഞ്ഞു. പക്ഷെ ഈ മാറ്റം കൊണ്ട് പെരുമ്പാവൂരിന് കിട്ടിയ ഒരു തിലകക്കുറി എയ്ഡ്സ് കേന്ദ്രം എന്നാണ്. അപ്പൊ ഈ എയ്ഡ്സ് അത്ര നിസ്സാരമായി ആരും കാണണ്ട. ഇത് യൂറോപ്പിൽ ഉണ്ടായിരുന്ന സംഭവമാണ്, അത് ഇപ്പോ ഇവിടെ വന്നിരിക്കുന്നു. എന്തായിരിക്കും നമുക്ക് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്നത്, ഇവിടെ ഇപ്പോ ഒരുപാട് നിയമപരമായിട്ട് പല നിയമങ്ങളിലും ഇളവുകൾ ഇവിടുത്തെ കോടതികൾ അനുവദിച്ചു. അത് എന്തിനൊക്കെയാണ്? സ്ത്രീ പുരുഷ ബന്ധങ്ങളില് പണ്ടുണ്ടായിരുന്ന പല നിയമങ്ങളും എടുത്തു കളഞ്ഞു. ഇന്ന് കല്യാണം കഴിക്കാത്ത ദമ്പതികൾക്ക് എവിടെ എപ്പോഴും എവിടെ വേണമെങ്കിൽ റൂം എടുത്ത് കയറി താമസിക്കാം. പക്ഷെ പണ്ടത് പറ്റില്ല. മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അവര് നിയമവിധേയമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അല്ലെങ്കിൽ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സിസ്റ്റം. അങ്ങനെ ആ ഒരു
സമൂഹത്തിലുള്ള ഒരു 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 മതിൽക്കെട്ട് പൊളിച്ചു കളഞ്ഞിട്ടുള്ള ഈ ഭരണകൂടങ്ങൾ വോട്ട് പിടിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന വൃത്തികേടിന്റെ പരിണതഫലമായിട്ട് കോടതിയുടെ സപ്പോർട്ട് കൂടി ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇവിടെ കൂടുതലായി കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഒരു ദുഷിച്ച ഒരു നാടിന് തന്നെ പ്രശ്നമുണ്ടാക്കുന്ന ഈ അസുഖം പടർന്നു പിടിക്കുകയാണെന്നുള്ള സത്യം ആരും മനസ്സിലാക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. എന്തെങ്കിലും ജലദോഷം പിടിച്ചോ, പനി പിടിച്ചോ, അല്ലെങ്കിൽ വയറുവേദനയായിട്ടോ ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അവിടെയും എയ്ഡ്സ് ടെസ്റ്റ് ആരും ചെയ്യുന്നില്ല, അതുകൊണ്ട് ആരും അറിയുന്നില്ല. പക്ഷേ ഈ എയ്ഡ്സ് പടർന്ന് പിടിക്കുകയാണ്. അത് ബംഗാളികൾ തിരികെ കുത്തി നിറച്ച് ജീവിക്കുന്ന പെരുമ്പാവൂരിൽ അതിന് വലിയൊരു റിപ്പോർട്ട് ഉണ്ടായി എന്ന് മാത്രം. ഇത് തന്നെ ആയിരിക്കും മൂവാറ്റുപുഴയിൽ പോയി അല്ലെങ്കിൽ കൊച്ചിയിൽ പോയി പരിശോധിച്ചാലും കോട്ടയത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇവർ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രങ്ങളിൽ പോയി ഒരു മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയാൽ കൂടുതൽ റിപ്പോർട്ടുകൾ ഇതിനുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ആ റിപ്പോർട്ടുകൾ എന്നതിന് യാതൊരു സംശയവും നമുക്ക് വേണ്ട. എന്തായാലും പെരുമ്പാവൂരിൽ ഇത്തരത്തിൽ അതിഥി തൊഴിലാളികളുടെ അല്ലെങ്കിൽ മോശം സാഹചര്യത്തിലുള്ള ജീവിതം കൊണ്ട് എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ പടരുന്നു എന്ന റിപ്പോർട്ടുകളാണ്, അത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് വ്യക്തമായ ഒരു പരിഹാരം ഇതിന് കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ളതാണ്. നിരവധി കുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരിൽ എയ്ഡ്സ് രോഗം ഇവിടെ സ്ഥിരീകരിക്കപ്പെടുന്നു എന്നത് വളരെ ഖേദകരമാണ്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.